ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തലയ്ക്ക് മത്ത് പിടിച്ചിട്ട് തലവേദനയൊക്കെ എടുത്ത് നമ്മുടെ ഗീതു ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്ന സമയത്താണ് രാധിക പറന്നങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്തിനാടി കണ്ണൻ്റെ മുറിയിൽ പോയത്? കിട്ടിയ അവസരം നോക്കി അവൻ്റെ കൂടെ കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ചോദിച്ചപ്പം അയ്യേ ഒരുമാതിരി വൃത്തിയോട് പറയരുത്, കണ്ണേട്ടനെ നല്ല പൂസായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നീ എന്തിനാ അവൻ്റെ കൂടെ പോയതെന്ന് രാധിക നേരം ഗീതുവിനോട് ചോദിക്കുക. അപ്പം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല അമ്മേ, ഞാനും പൂസായിപ്പോയി, അത് നിൻ്റെ അഭിനയം അല്ലായിരുന്നോടി എന്നൊക്കെ ചോദിച്ചപ്പം നോ 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 അങ്ങനെയൊന്നും പറയരുത്, ഞാൻ ഒരു പോസും അല്ലായിരുന്നു. എന്തോ ലഹരി നിങ്ങൾ ഭക്ഷണത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോ കലർത്തി എനിക്ക് തന്നിട്ടുണ്ട്, അത് ഉറപ്പാ എന്ന് നമ്മുടെ ഗീതു ഈ പുള്ളിക്കാരിയോട് പറയുന്നു. അല്ലെങ്കിൽ എൻ്റെ തലയ്ക്ക് വെളിവ് കിട്ട് ഞാനിങ്ങനെ നടക്കുമോ എന്നൊക്കെ ഗീതു ചോദിക്കുവാണേ. എന്നിട്ട് ഗീതു ഇങ്ങനെ ചോദിക്കുന്നതിനൊന്നും പുള്ളിക്കാരിക്ക് മറുപടിയില്ല. അപ്പോഴേക്കും ഗീതു കാണിക്കാവുന്ന മാക്സിമം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഹലോ രാധികാമ്മേ, ഇങ്ങ് വന്നേ, നിങ്ങളല്ലേ എനിക്ക് മയക്കുമരുന്ന് തന്നത് അല്ലേ, ശരിയല്ലേ എന്ന് ഗീതു ഇങ്ങനെ ചോദിക്കുന്നു. രാധിക അന്നേരം ഇങ്ങനെ നോക്കുക. രാധികയ്ക്ക് ശരിക്കും പണിയായി ഗീതു. അപ്പം നീ എന്തോ എവിടെ നിന്ന് വലിച്ചു കയറ്റിയിട്ട് ഇവിടെ കിടന്ന് മതിലി അടിയതിന് ഞാനാണോ കുറ്റക്കാരി എന്ന് ചോദിച്ചപ്പം അയ്യോ നിങ്ങൾ കുറ്റക്കാരിയല്ല, നിങ്ങൾ കുറ്റക്കാരിയേ അല്ല, ഞാനാണ് കുറ്റക്കാരി, ഞാനാണ് എല്ലാം കുറ്റവും ചെയ്തത്, ഞാനാണ് സകലതും ചെയ്തത്. ഈ ഇതുണ്ടല്ലോ, ഈ ലഹരി എന്ന് പറയുന്ന ഒരു തരം ഭ്രാന്താണെന്നും മനുഷ്യൻ്റെ മൃഗീയമായ വാസനകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഭ്രാന്താണെന്നും നമ്മുടെ ഗീതു പറയണം. അതുകൊണ്ട് ലഹരി അകത്ത് ചെന്ന് കഴിഞ്ഞാലേ പിന്നെ ഒന്നും നോക്കണ്ട, എന്ത് അതിക്രമവും കാണിക്കാം, ഞാനത് കാണിക്കാൻ പോവാണെന്നൊക്കെ ഗീതു പറഞ്ഞപ്പോൾ രാധിക ഒന്ന് പേടിച്ചു. ഇപ്പം ഇവിടെ എല്ലാവർക്കും അറിയാം എനിക്ക് ഭ്രാന്താണെന്ന്, ഞാനെന്തോ മരുന്നടിച്ച് സെറ്റായി ഫിറ്റായിട്ട് നടക്കുകയാണെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ കുറ്റം പറയില്ല. ഞാനിപ്പോഴേ രാധികമ്മയുടെ തലമണ്ട അടിച്ച് പൊളിച്ചാലും ആരും ഒന്നും പറയാൻ പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെ രാധിക മുറിയിൽ കെട്ടി തലമണ്ട അടിച്ച് പൊളിക്കുന്നു നമ്മുടെ ഗീതു എന്നാണ് അതിൻ്റെ സാരം. അപ്പം ഞാനതൊക്കെ ലഹരിയുടെ പുറത്ത് ചെയ്യുന്നതല്ലേ, എനിക്കൊരു കുഴപ്പം വരില്ല, എങ്ങനെ ഇരിക്കുന്നു, അടിപൊളിയല്ലേ എന്നൊക്കെ നമ്മുടെ ഗീതു ചോദിച്ചപ്പോൾ രാധിക പേടിയായേ. രാധിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. എന്തായാലും നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന് പറഞ്ഞു ഗീതു. നിർത്തിടി, നീ എന്തുദ്ദേശത്തിലാണ് കണ്ണൻ്റെ കൂടെ ആ മുറിയിൽ കയറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതറിയണോ, അത് കേൾക്കാൻ എന്തൊരു താല്പര്യമാണോ എൻ്റെ പൊന്നെ. അതെ, എന്തായിരുന്നു എൻ്റെ ഉദ്ദേശമെന്ന് ഞാൻ നിങ്ങളോട് തന്നെ പറയാം, അല്ലെങ്കിൽ വേണ്ട. ഞാനത് കാണിച്ചു തരാവേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു എഴുന്നേറ്റ് പോകുന്നു. മുറി പൂട്ടി താക്കോൽ ഇങ്ങോട്ട് എടുത്തു. രാധിക ഇങ്ങനെ നോക്കുമോ എന്നതാ ഇവിളി കാണിക്കുന്നതെന്ന്. ഈ സമയത്ത് നമ്മുടെ ഗീതുവിനെ ഒമിറ്റ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട്. ഗീതു എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പോൾ രാധിക ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ രാധികയെ പിടിച്ചൊരു തള്ളും കൂടെ വെച്ച് കൊടുത്തു ഗീതു. രാധിക പോയി കട്ടിലേക്ക് വീണു. അപ്പോഴേക്കും ഗീതു വാതിൽ പൂട്ടി താക്കോൽ ഊരി ഇങ്ങോട്ട് എടുത്തു, കയ്യിൽ പിടിച്ചു വെക്കുക. അപ്പോൾ ഇതെന്തിനടിയെന്ന് ചോദിച്ചു. ഇങ്ങനെ നാട്ടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ അകത്ത് കയറിയിട്ട് റൂം പൂട്ടി താക്കോൽ ഇങ്ങനെ വലിച്ചെറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ താക്കോൽ എടുത്തൊരു ഒറ്റയേറ്. ആ താക്കോൽ അങ്ങ് എറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്ത് പണിയാടി കാണിച്ചത്, എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക തലക്കെട്ട് 2 കൊട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പാട്ടൊക്കെ പാടി രാധിക വെറുപ്പിക്കുകയാണ്. എന്നിട്ട് രാധിക അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് രാധികയ്ക്ക് ദേഷ്യം വന്നു. എന്നും പറഞ്ഞുകൊണ്ട് രാധിക ചെല്ലണു. കണ്ണാ രേഖേ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ആരെ കേൾക്കാൻ, എവിടെ കേൾക്കാൻ. ഗീതു വരുന്ന ചിരിയോ ചിരി, ആരും വരില്ല എന്നും പറഞ്ഞു. അതെ, രാധികാമ്മ ഇവിടെ കിടന്ന് കൂവിയിട്ടും കാറിയിട്ടൊന്നും ഒരു കാര്യമില്ല, ആരും വരാൻ പോകുന്നില്ല, തൽക്കാലം ആരെയും വേദനിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. എൻ്റെ രാധികാമ്മേ വരൂന്നേ വാന്നേ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ വിളിക്കുക. ഗീതു എന്നിട്ട് ശൂളം വിളിക്കുന്നു, ചൂളമടിച്ച് പാട്ട് പാടുന്നു. രാത്രിയിലെ ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ, ഇന്ന് നമുക്ക് ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ മുറിയിലെങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ പിന്നെ വഴക്കുണ്ടാക്കി കളിക്കാം. ഏതാ രാധികാമ്മ വേണ്ടത്, രാധികാമ്മയ്ക്ക് ഏതാ ഇഷ്ടം എന്നൊക്കെ നമ്മുടെ ഗീതു ഇങ്ങനെ ചോദിക്കുക കേട്ടോ. രാധികേനെ എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കാം. ഈ സമയത്ത് നമ്മുടെ ഗീതു അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഗീതു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ തൊട്ടടുത്തിരിക്കുന്ന മൊബൈൽ കണ്ടു. മൊബൈൽ ഈ പുള്ളിക്കാരി ചാടി അങ്ങ് എടുത്തു. അപ്പോൾ നീ എന്താ വിചാരിച്ചത്, ഞാൻ ഈ മുറിയിൽ പെട്ടുപോകുന്നു, ഇതിൻ്റെ സ്പെയർ കീ ഇപ്പം വരും എന്നും പറഞ്ഞുകൊണ്ട് ഈ രാധിക ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുമ്പോഴേക്കും എന്നും പറഞ്ഞു ഇങ്ങനെ വല്ലാണ്ടായി. എന്താ ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ ഫോൺ ഓഫായി പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു കാര്യം നടക്കില്ലല്ലോ. എന്ത് പറ്റി എന്ന് നമ്മുടെ ഗീതു അന്നേരം ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് എത്രയാടി? അതെ, ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു ഗീതു അന്നേരം.
ആ സമയത്ത് ഇതങ്ങ് വലിച്ചെറിഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇട്ടിട്ട് നാശം ഞാനിനി എന്ത് ചെയ്യുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞ് നമ്മുടെ ഗീതു കയറി കിടന്ന് ഉറങ്ങി. രാധികയാണെങ്കിൽ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക. ഇവളെങ്ങാനും തലമണ്ട അടിച്ച് പൊട്ടിച്ചാൽ തീർന്നില്ലേ. ഗീതു ഉറങ്ങുമ്പോൾ ഇങ്ങനെ നോക്കി ഇവൾ ഉറങ്ങിയോ എന്നിങ്ങനെ. എന്നിട്ട് ഗീതു ഉറങ്ങിയോ എന്ന് നോക്കിയിട്ട് അപ്പുറം മാറി ആ ഒരു ഫോൺ എടുത്ത് അങ്ങനെ ഇങ്ങനെ അതങ്ങനെ തുറക്കാനൊക്കെ ആയിട്ടുള്ള പരിശ്രമങ്ങൾ പല രീതിയിൽ നോക്കുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരു രക്ഷയില്ല. എങ്ങനെയോ സ്വിച്ച് ഓൺ ആക്കി ഫോണ്, പക്ഷേ ഓണാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പാസ്വേഡ് അടിക്കാൻ അറിയത്തില്ല. പാസ്വേഡ് ഇട്ട് അടിയാം. മണിക്കൂറുകളായി പാസ്വേഡ് അടിക്കാൻ നോക്കുന്നു. അടിക്കൽ നടക്കണില്ല. ഏതാണെന്ന് മനസ്സിലാകുന്നുമില്ല പുള്ളിക്കാരിക്ക്. അവിടെ കിടന്നൊരു കസേര എടുത്ത് വലിച്ചിട്ട് അങ്ങനെ ആ കസേരയിൽ ഇരുന്നുറങ്ങുന്നു പേടിച്ച്. ഗീതു ആണെങ്കിലും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഈ സമയത്ത് ഗീതുവിൻ്റെ കയ്യിൽ ആ താക്കോലുണ്ടായിരുന്നു. ഗീതു ആ താക്കോല് വലിച്ചെറിഞ്ഞില്ല. ആ താക്കോലും പിടിച്ച് ഗീതു ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും എനിക്കിട്ട് കുറേ പണി തന്നതല്ലേ, നിനക്കിട്ട് ഞാൻ പണിതാടി രാധികെ. ഈ രാത്രി ഉറങ്ങാതെ നീ ഇവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞ് ആ കീയും കയ്യിൽ പിടിച്ച് നമ്മുടെ ഗീതു നല്ല മിടുമിടിക്കായിട്ട് അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. രാത്രി 12 മണിയായി. പക്ഷേ പുള്ളിക്കാരിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പുള്ളിക്കാരി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു നടക്കുന്നു. എന്നിട്ട് ഗീതുവിന് ഇടിക്കാൻ തുടങ്ങുന്നു. അറിയാൻ പാടില്ലാത്ത ആ ഒരു വല്ലാത്ത ഇതിലിങ്ങനെ ഇരിക്കുക. രാധികയ്ക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. വെള്ളം കുടിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, വീണ്ടും വെള്ളം കുടിക്കുന്നു. ഗീതുവിനെ ചെന്ന് നോക്കുന്നു. ഗീതു നേരത്തേക്കും ഭയങ്കര കൂർക്കമ്പൽ ഈ പുള്ളിക്കാരിക്കിട്ട് പണി കൊടുക്കാനായിട്ട്. എന്നിട്ടിങ്ങനെ രാത്രിയിൽ നിന്നെ ഞാൻ ചവിട്ടിക്കൂട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധികെ നിൻ്റെ തല ഞാൻ അടിച്ച് പൊട്ടിക്കുവേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ ഇങ്ങനെ പിച്ചുമ്പയൊക്കെ പറയാം. രാധികയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയല്ലേ. രാധിക പേടിച്ച് പറിച്ചങ്ങനെ ഇരിക്കുവാണേ. നാശെന്നും പറഞ്ഞുകൊണ്ട് അപ്പുറം പോയി ഇരിക്കുന്നു. ഗീതു അന്നേരം ഈ താക്കോലും തലേണക്കടിയിൽ വെച്ച് നല്ല സുഖമായി കിടന്നുറങ്ങുന്നു. രാധിക അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് രാത്രി 3 മണിയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഇരുന്നൊക്കെ കാണിക്കും നമ്മുടെ ഗീതു. ഇതൊക്കെ കണ്ട് രാധിക പേടിക്കുവാണേ. അപ്പോൾ ഒഴിഞ്ഞു പോയിക്കോ ഇല്ലെങ്കിൽ ഞാൻ തളയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതിൽ നമ്മുടെ ഗീതു അഭിനയിച്ച് തകർക്കുക. നീ ഡ്രാക്കുളയാണെങ്കിലും ഡാഗിനിയാണെങ്കിലും കള്ളിയങ്കാട്ടി നീലിയുടെ രണ്ടാനമ്മയാണെങ്കിലും ഞാൻ നിന്നെ തളയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു. അപ്പം നിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു പേടിച്ച് വിറച്ച് രാധിക ഇങ്ങനെ വാതിലിൻ്റെ ചോട്ടിൽ പോയി ഇങ്ങനെ നിൽക്കുക. ഗീതു ഇങ്ങനെ ഭയങ്കര രീതിയിൽ അഭിനയിച്ച് തകർക്കുക കേട്ടോ. ഞാൻ നിന്നെ തളയ്ക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഗീതു വീണ്ടും അവിടെ കിടക്കും. എന്നിട്ട് നിന്നെ ഞാൻ തളയ്ക്കും. അതൊക്കെ ബോധപൂർവ്വം ഗീതു ചെയ്യുന്നതാ. ഈശ്വര ഇവളുടെ കൂടെ ഞാൻ ഇരുന്ന് ഇവളെങ്ങാനും എന്നെ പിടിച്ച് കൊല്ലുമോ എന്നൊക്കെ രാധിക ഇരുന്ന് ചിന്തിക്കുക. ഈ സമയത്ത് തലവഴി മുണ്ടുവിട്ട് കെട്ടിയവനും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കുക. അപ്പോൾ രാധികമ്മ ഉണരുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാധികമ്മ കാണുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പുതപ്പും പുതച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ അയ്യപ്പേട്ടൻ കൃത്യമായിട്ട് അവരെ കൈയോടെ പൊക്കി. എന്നിട്ട് ആനയെ മേടിക്കാൻ പോവുകയാണ്. എൻ്റെ ആനപ്പാപ്പാനാക്കാന്നൊക്കെ പറഞ്ഞ് അയ്യപ്പേട്ടനോട് ഇങ്ങനെ പറയണം. എങ്ങനെ അയ്യപ്പേട്ടൻ എടുത്തിട്ട് കൊടുത്തു വിട്ടോ ശരിക്കും രണ്ടിനിട്ടും കള്ളന്മാരാണെന്ന് വിചാരിച്ചിട്ടേ ചാവിട്ടി കൂട്ടി അവിടെ ഇട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളുടെ കിഡ്നിയും വയറും ഒക്കെ ഇനി ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഒരു 8-9 മണിയാകുമ്പോൾ ഞങ്ങളെ കൊണ്ടുവരാനായിട്ടൊന്ന് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കിടന്ന് ഇങ്ങനെ ഈ അയ്യപ്പേട്ടൻ്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്നേ. അപ്പോൾ അയ്യപ്പേട്ടന് മനസ്സിലായി ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ, രണ്ടെണ്ണങ്ങളും കൂടെ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആനയെ മേടിക്കണം, ആനയെ മേടിച്ചിട്ട് അതിൻ്റെ പാപ്പാനെ താനാക്കും, ആനയെ മേയിച്ച് താൻ നടക്കണം, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വാ വിലാസിനി വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനിയെ കൂട്ടുകൊണ്ട് ചട്ടി രണ്ടും കൂടെ പോകണം. അപ്പോൾ അത്രയും കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ നമ്മുടെ അയ്യപ്പേട്ടൻ അവിടെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. നേരം വെളുത്തു. രാധിക കസേരയിൽ ഇരിപ്പ് മാറി നടപ്പ് മാറ്റി ലാസ്റ്റ് തറയിലായി ഇരിപ്പ്. പേടിച്ച് വിറച്ച് തറയിലേക്ക് അങ്ങ് ഇരുന്ന് നടുവൊക്കെ ഒടിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഏക്കാൻ പോലും വയ്യ നടുവൊക്കെ. അയ്യോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. കാരണം നമ്മുടെ ഗീതു ചവിട്ടി ഒടിക്കാനിരുന്ന നടുവാണിത്. എന്തായാലും അങ്ങനെ കണ്ണും പതുക്കെ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പാം. ഗീതു അന്നേരം എഴുന്നേറ്റിട്ടില്ല. നല്ല ഉറക്കം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിൻ്റെ ഫോണിൽ അലാറം അടിച്ചു. ഗീതു അലാറത്തിൻ്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റു. അപ്പോൾ രാധിക ഇരുന്ന് ഉറക്കം തൂങ്ങി ഇങ്ങനെ വീഴുവാണ്. അപ്പോൾ ഗീതു എഴുന്നേറ്റിട്ട് ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ ഗീതു ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ കണ്ടു പുള്ളിക്കാരി അവിടെ ഇരിക്കുന്നത്. എഴുന്നേറ്റിട്ടിരുന്ന് ഇങ്ങനെ സാധകം ചെയ്ത് തുടങ്ങി. അപ്പോഴേക്ക് ഇത് എന്താ അടി കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രാധിക ചാടി എഴുന്നേറ്റു. അയ്യോ അമ്മ എപ്പോഴും ഈ മുറിയിലേക്ക് വന്നതെന്ന് ചോദിച്ചു. ഞാൻ വന്നതൊന്നും നീ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു നേരത്തേക്കും രാധിക ഗീതുവിനോട്. എന്നാലേ ഒരു 5 മിനിറ്റ് ഞാൻ ഈ സാധകം ഒന്ന് പൂർത്തിയാക്കട്ടെ എന്ന് ഗീതു ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നീ സാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഗീതു അങ്ങ് തുടങ്ങി. ചെവി പൊത്തിപ്പിടിച്ച് രാധിക ഇങ്ങനെ ആ ഒരു ഇതിലിരിക്കുക. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാളരാഗം പോലെ അങ്ങ് പാടി വിടുക. നിർത്തടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക സഖി കേട്ടോ ഒച്ചയെടുത്തപ്പോൾ സംഗീതത്തെ അപമാനിക്കരുത് അമ്മേ എന്നും പറഞ്ഞു ഗീതു. അതെ, എന്നും രാവിലെ എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ സാധകം ചെയ്യണമെന്നാണ് എന്നോട് വിജയലക്ഷ്മി മേഡം പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞ് നമ്മുടെ ഗീതു പിന്നെ അങ്ങ് തുടങ്ങി. രാധിക ചെവിയും പൊത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പം തുടങ്ങി.
ഇനി എന്നെ നിർത്തടി എന്ന് പറഞ്ഞ് വീണ്ടും ചെന്നപ്പോൾ ഇനി എന്നെ ശല്യം ചെയ്താൽ അമ്മയുടെ തലക്കിട്ട് തല തട്ടി ഞാൻ തരുമെന്ന് പറഞ്ഞു ഗീതു. എൻ്റെ തല എടി ദയവ് ചെയ്തു ഫോൺ എടുത്ത് ഇവിടുത്തെ ആരെയെങ്കിലും ഒന്ന് വിളിച്ച് താക്കോലൊന്ന് എടുപ്പിക്കാൻ പറഞ്ഞു. ഏത് താക്കോലാണെന്ന് ഗീതു അന്നേരം ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. അപ്പം ഗീതു രാത്രിയിൽ പല മെഡിസിനും എനിക്ക് കഴിക്കാനുണ്ടായിരുന്നു, അതെല്ലാം മുടങ്ങിയെന്ന് രാധിക. ഉറക്കം മുടക്കരുതെന്ന് എന്നോട് പറഞ്ഞതാ. ഒരല്പം പോലും ഉറങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് വേച്ച് പോവുക രാധിക അന്നേരം. അയ്യോ അമ്മ എന്തിനാ എനിക്ക് കാവലിരുന്നതെന്ന് ഗീതു ചോദിച്ചു. അയ്യോ ഞാൻ കണ്ണേട്ടൻ്റെ മുറിയിൽ പോകുമെന്ന് കരുതിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എടീ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഭ്രാന്ത് പിടിച്ച് നിൽക്കാൻ ഞാൻ കൊല്ലുന്നില്ല ഞാനെന്ന് രാധിക ഗീതുവിനോട്. അപ്പം ആർക്കാ ഭ്രാന്ത്, എനിക്കോ രാധികാമ്മയ്ക്കോ? ആർക്കാ ഭ്രാന്ത് എന്ന് ചോദിച്ചപ്പം ഭ്രാന്ത് നിനക്കടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഭ്രാന്ത് ആർക്കാന്നാ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ കൈയെടുത്ത് രാധികയുടെ നേരെ ഇങ്ങനെ കൊല്ലാൻ പാകത്തിന് ചെല്ലുന്നു. രാധിക ഇങ്ങനെ പേടിച്ച് അയ്യോ എന്നൊന്നും ചെയ്യലേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എനിക്കാ ഭ്രാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് രാധിക 1000 വട്ടം അത് പറഞ്ഞു. അപ്പോൾ അതാണ് കറക്റ്റ് എന്ന് ഗീതുവും പറഞ്ഞു. നീ വാതിലൊന്ന് തുറപ്പിക്കാൻ പറഞ്ഞപ്പം വാതിൽ തുറന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പം നീ അല്ലേടി ഡോർ ലോക്ക് ചെയ്ത് താക്കോലെടുത്ത് എറിഞ്ഞത്? ഞാനോ? ഇപ്പം മനസ്സിലായി ഭ്രാന്ത് രാധികാമ്മയ്ക്കാണെന്ന്. താക്കോൽ എറിഞ്ഞ് കളയാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് ഗീതു ചോദിച്ചു. എന്നിട്ട് ഗീതു ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ചെന്ന് താക്കോലേ ഇപ്പം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു തലേണയ്ക്കടിയിൽ നിന്ന് എടുത്തു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്കുക. ഇതല്ലേ ആ താക്കോൽ ടണ്ണടൈങ് എന്ന് പറഞ്ഞ് ഗീതു കാണിച്ചപ്പോഴേക്കും തട്ടിപ്പറിക്കാൻ രാധിക നോക്കി. ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടാണോടി രാത്രിയിൽ ഞാൻ എവിടെയിട്ട് നീ വട്ടം കറക്കിയെന്ന് ചോദിച്ചപ്പം നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വട്ടം കറക്കിയെന്നോ? അതിന് ഇന്നലെ രാത്രി നടന്നതൊന്നും ഞാനൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ സ്ഥിരമായിട്ട് താക്കോല് ഇവിടെയാണ് സൂക്ഷിച്ചു വയ്ക്കാറ്. അമ്മ ചോദിച്ചെങ്കിൽ ഞാൻ തന്നേനേലോ. നീ തന്നത് തന്നെ ധാരാളം ആടി. താക്കോലിക്ക് തന്നേടി, താക്കോല് തരാം ധൃതി പിടിക്കരുത്, തരാന്നേ. നമുക്കിനി ഒന്നിച്ചിറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു രാധികയെ പെട്ടെത്തി നിർത്തിയിരിക്കുന്നിടത്ത് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചു. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.